restless. Why do I regret this? In my mind reckless, thoughts are feeling endless. Sitting up I'm breathless, anxiety's infectious. I feel so defenseless, betrayed and embarrassed. I hate being open, I hate being Hi guys, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് 4നെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഗാലക്സിയുടെ വാച്ച് 4 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്ക് സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് 4. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗാലക്സി വാച്ച് 4ൻ്റെ 40mm LTE വെർഷനെ കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ കണ്ടിന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വാച്ച് ഓൾറെഡി യൂസ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് വാച്ച് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഒരു ചെറിയൊരു ബോക്സും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതിൽ ഒരു സൈഡിൽ വന്നിട്ട് അതിൻ്റെ യൂസർ ഗൈഡാണ് വരുന്നത്. അതായത് അതിൻ്റെ വാറണ്ടി ഗൈഡും യൂസർ ഗൈഡും നമുക്ക് ഈ ഒരു പോർഷനിൽ കാണാൻ കഴിയും. ഈ സൈഡിൽ നമുക്ക് ഇതിൻ്റെ വയർലെസ് ചാർജറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന വയർലെസ് ചാർജർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സിലുള്ളത്. അപ്പോൾ നമുക്കിതിനകത്ത് വേറെ ഒരു ടൈപ്പ് ചാർജറല്ല, ഫുള്ളി വയർലെസ്ലിയാണ് നമുക്കിത് ചാർജ് ചെയ്യാനും കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് വാച്ചിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ഗാലക്സി വാച്ച് 4ൻ്റെ 40mm LTE വെർഷനാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഫിസിക്കലി അപ്പിയറൻസ് ആണെങ്കിലും അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഒരു സൂപ്പർബ് ക്വാളിറ്റി തന്നെ നമുക്ക് ഗാലക്സി വാച്ച് 4ൽ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ സാംസങ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് വരുത്താറില്ല. അതുപോലെ അതിൻ്റെ അപ്പിയറൻസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും അവർ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഗാലക്സി വാച്ച് 4ൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗാലക്സി വാച്ച് 4ഉം ക്ലാസിക് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നമുക്ക് ക്ലാസിക് വെർഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റൊട്ടേറ്റിംഗ് ബീസിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലാസിക് ലുക്കും ആയിരിക്കും. അതുപോലെ നമുക്ക് ഓപ്ഷൻസും മെനൂസും ഒക്കെ നമുക്ക് ആ റൊട്ടേറ്റിംഗ് ബീസിൽ ചേഞ്ച് ചെയ്തിട്ട് തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ ഗാലക്സി വാച്ച് 4ൽ നമുക്കതൊരു വിർച്വൽ റൊട്ടേറ്റിംഗ് ബീസിൽ അതിൻ്റെ ഓപ്ഷനിൽ നമുക്ക് എനേബിൾ ചെയ്യാനും സാധിക്കും. നമുക്ക് 40mm 3 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്. അതായത് ബ്ലാക്ക്, സിൽവർ, ഗ്രീൻ. അപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രാപ്പ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ സ്ട്രാപ്പിന് വരുന്നത്. അതുപോലെ പക്ഷേ എനിക്കിതിനകത്ത് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് പൂർണ്ണമായിട്ട് ബെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഗാലക്സി വാച്ച് 3 ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു ബെൻഡിങ് ഓപ്ഷൻ ഇല്ല. ഈ ഒരു പോർഷൻ വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് 20mm ഏത് കോമ്പാറ്റബിൾ സ്ട്രാപ്പ് ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഇത് എത്രത്തോളം നമുക്ക് കംഫർട്ടാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ കയ്യിൽ ഇത് വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ കൂടിയിട്ട് നമ്മൾ അതിൻ്റെ സ്ട്രാപ്പ് അകത്തേക്ക് എടുത്തിട്ടാണ് നമ്മളിത് വെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റ് ഫിറ്റായിട്ട് തന്നെ നമ്മളെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് ടൈറ്റ് ആവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഹാർട്ട് റേറ്റും അതുപോലെ ബാക്കി ഹെൽത്ത് റിലേറ്റഡ് ഡേറ്റാസ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഹാർഡ്വെയർ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സർ 1.18 GHz ഡുവൽ കോറാണ്. അതായത് എക്സിനോസ്, സാംസങ്ങിൻ്റെ ഓൺ പ്രോസസ്സറായ എക്സിനോസ് W920 5 നാനോമീറ്ററിൻ്റെ ചിപ്സെറ്റാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ റോം വരുന്നത് 60 GB ആണ്. അപ്പോൾ ഈ റോമിൽ നമുക്കൊരു 7.5 7.6 ഒക്കെ നമുക്ക് യൂസബിൾ ആണ്. റാം വരുന്നത് 1.5 GB റാമാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്സിലറോമീറ്റർ, ബാരോമീറ്റർ, അങ്ങനെ നമുക്ക് ഒട്ടുമിക്ക, അതായത് നമ്മളൊരു സ്മാർട്ട് വാച്ചിൽ വരുന്ന എല്ലാ സെൻസേഴ്സും നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഇതിനകത്ത് ECG, അതുപോലെ ബ്ലഡ് പ്രഷർ, ഇതിനെല്ലാം SpO2, ബ്ലഡ് ഓക്സിജൻ്റെത്, അതിൻ്റെയൊക്കെ സെൻസേഴ്സ് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. നമ്മുടെ ഹാർട്ട് റേറ്റും ബാക്കി കാര്യങ്ങളും, സ്ലീപ്പ് സൈക്കിൾ ആണെങ്കിലും സ്റ്റെപ്സ് കൗണ്ട് ആണെങ്കിലും ഇതെല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. വൈഫൈ, GPS, NFC, അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ്. IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ നമുക്കിതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സൂപ്പർ AMOLED ആണ്. അപ്പം പൊതുവേ സ്മാർട്ട് വാച്ചുകളിൽ AMOLED ഡിസ്പ്ലേസ് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് അതുപോലെ തന്നെ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത് 450x450 ആണ്. പിന്നെ ലൗഡ് സ്പീക്കർ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. മൈക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ബാറ്ററി 247 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഗൊറില്ല ഗ്ലാസ് DX3 ആണ്. 2 ഫിസിക്കൽ ബട്ടൺസ് കൂടി നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ആ ബട്ടൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ് വരുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് വയർലെസ് ചാർജറാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വയർലെസ് ചാർജർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ സ്മാർട്ട് വാച്ചുകൾ ചെയ്യുന്നത് പോലെ അത്ര ഫാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഫോണിൻ്റെ ബാക്കിൽ പവർ ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ വഴിയിട്ട് നമുക്ക് വാച്ച്
ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ തന്നെ MIയുടെ ഒരു വയർലെസ് പവർ ബാങ്കിൽ കൊടുത്തപ്പോഴത്തേക്ക് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. അത് MIയുടെ പ്രശ്നമാണോ എന്നറിയത്തില്ല. പക്ഷേ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ പവർ ഷെയറിങ് വഴി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചാർജിങ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ വെർഷൻ വരുന്നത് ഗൂഗിളിൻ്റെ VROS കസ്റ്റമൈസ്ഡ് ബൈ സാംസങ് ആണ്. ഇതിൻ്റെ 1.3 വെർഷനാണ് നമുക്ക് ഇതിനകത്ത് പ്രീലോഡറായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് പോലുള്ളത് നമുക്ക് ഇതിനകത്ത് ലഭ്യമല്ല. പക്ഷേ അതിന് പകരം സാംസങ്ങിൻ്റെ ഓൺ ആയിട്ടുള്ള ബിക്സ്ബി ആണ് നമുക്ക് വോയിസ് അസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സാംസങ് പേ, അതുപോലെ ECG, ഗൂഗിൾ പേ തുടങ്ങിയവ നമുക്ക് ഇന്ത്യൻ റീജിയനിൽ ലോക്ക്ഡ് ആണ്. അതായത് നമുക്ക് US വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് സാംസങ് പേയും അതുപോലെ ECG നമുക്ക് അൺഒഫീഷ്യലി നമുക്ക് ഇതിനകത്ത് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. സാംസങ് പേയൊക്കെ നമുക്ക് ഇന്ത്യയിൽ വർക്ക് ആവുന്നുണ്ട്, ഒഫീഷ്യലി അല്ലെങ്കിലും. ഇനി നമുക്ക് വാച്ചിൻ്റെ ഇൻ്റർഫേസിലോട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ UI ക്വിക്ക് ആക്സസ് പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എയർപ്ലെയിൻ മോഡ്, ടോർച്ച് അങ്ങനത്തെ നമുക്ക് ക്വിക്ക്ലി ആക്സസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് നമുക്ക് കണക്ഷൻസ് ആണ്. കണക്ഷൻ വരുന്നത് ബ്ലൂടൂത്ത്, വൈഫൈ. ഇപ്പോൾ ബ്ലൂടൂത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫോണിൽ പെയർ ചെയ്യുന്നത്. അതുപോലെ വൈഫൈ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിക്കോളും. NFC നമുക്ക് സാംസങ് പേയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് എനേബിൾ ആവും. മൊബൈൽ നെറ്റ്വർക്ക്സിനകത്ത് നമുക്ക് LTE വെർഷൻ ആയതുകൊണ്ട് തന്നെ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ eSIM ഇതിനകത്ത് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം ജിയോയുടെ eSIM നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ നമുക്ക് ഫോണിൽ മാത്രം നോട്ടിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ ഫോൺ നമ്മൾ യൂസ് ചെയ്യാത്തപ്പോൾ നമുക്ക് വാച്ചിൽ നോട്ടിഫിക്കേഷൻ വേണം. അങ്ങനെ നമുക്ക് പല രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫോണിൽ ഫുള്ളായിട്ട് നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സൗണ്ട്, വൈബ്രേഷൻ, മ്യൂട്ട് ഈ 3 ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ നോർമലി പ്രിഫർ ചെയ്യുന്നത് വൈബ്രേറ്റ് ആണ്. അതായത് നമുക്ക് സൗണ്ട് ആണെങ്കിൽ നമ്മൾ തിരക്കിനിടയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുപോലെ നമുക്ക് അതിനകത്ത് പല സൗണ്ട് സെറ്റിങ്സ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും, റിംഗ് ടൂൺസും. അതുപോലെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഓട്ടോ ബ്രൈറ്റ്നസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെറ്റ് ചെയ്തിടാം. റൊട്ടേറ്റ് റിസ്റ്റ് ടു വ്യൂ എന്നുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ടച്ച് ടു വേക്കപ്പ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഏതാണെന്നുള്ളത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് സെറ്റ് ചെയ്യാം. സാംസങ് ഹെൽത്ത് അത് നമുക്ക് സാംസങ്ങിൻ്റെ ഫോണിലാണ് മെയിൻലി ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് സാംസങ്ങിൻ്റെ ഫോൺ വേണം. പിന്നെ കൂടാതെ ബാക്കി ആപ്സ്, ബാറ്ററി അങ്ങനത്തെ നമുക്ക് നോർമലി കാണുന്ന കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് എബോട്ട് വാച്ച് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ആ എബോട്ട് വാച്ചിനകത്താണ് നമ്മൾ ഇതിൻ്റെ മോഡൽ നമ്പർ, സീരിയൽ നമ്പർ, IMEI തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വാച്ച് താഴെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ മെനൂസ് അല്ലെങ്കിൽ ആപ്സ് മെനു എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ആപ്സ് നമുക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ഇതിലിപ്പോൾ പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ അതിനകത്ത് നമുക്ക് സെർച്ച് ഓപ്ഷൻസും അതുപോലെ നമുക്ക് ആപ്സ്, ഫോണിലുള്ള ആപ്സ് ഏതൊക്കെയെന്നുള്ളതും അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ കഴിയും. ഇനി അതിൻ്റെ ഇൻപുട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വോയിസ് ഇൻപുട്ട് ഉണ്ട്, അതുപോലെ ഡ്രോയോ ഉണ്ട്, കീബോർഡ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡ്രോയാണ്. അതായത് നമുക്കിപ്പം എന്തെങ്കിലും ആവശ്യമുള്ള ആപ്സിൻ്റെ നെയിമോ അല്ലെങ്കിൽ മെസ്സേജോ നമ്മൾ ജസ്റ്റ് ആ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് ഡ്രോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലെറ്റേഴ്സ് അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ എനിക്കത് അല്പം കൂടെ ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അതാണ്. നമ്മളിത് തിരിച്ച് റൈറ്റിലേക്ക് നമുക്ക് സ്വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ഇറങ്ങാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ബട്ടൺസിൽ പ്രസ് ചെയ്താലും ഇറങ്ങാം. ഇനി നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ നമുക്ക് ഹോം സ്ക്രീനിൽ നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. ഏത് നോട്ടിഫിക്കേഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റിപ്ലൈസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ മെസ്സേജൊക്കെ ആണെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ. അതുപോലെ നമുക്ക് വോയിസും അതുപോലെ എല്ലാ ഓപ്ഷൻസും, കീബോർഡ്, ഓഡിയോ, ഡ്രോ അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് അതിനകത്ത് റിപ്ലൈ കൊടുക്കാനും നമുക്ക് അതിനകത്ത് ഉണ്ടാവും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈൽസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടൈൽസിനകത്ത് നമുക്ക് അത്യാവശ്യം നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുന്ന കുറേ ഓപ്ഷൻസ്, അത് നമ്മുടെ ഫോണിൽ വിഡ്ജറ്റ്സ് യൂസ് ചെയ്യുമ്പോഴത്തെ ഒരു മെത്തേഡാണ് നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. വാച്ച് 4 റൊട്ടേറ്റിംഗ് ബീസിലുണ്ട്. എന്നാൽ നമുക്ക് ഇതിനകത്ത് വിർച്വൽ ബീസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിർച്വൽ ബീസിൽ ഓൾറെഡി ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ സ്ക്രീൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ സ്ക്രീനിൻ്റെ എഡ്ജിൽ കൂടെ ഒന്ന് ഫിംഗേഴ്സ് റൊട്ടേറ്റ് ചെയ്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മെസ്സേജിലും എല്ലാത്തിലും നമുക്ക് ഈ ഓപ്ഷൻസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോണിൽ ഇതിൻ്റെ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി ഗാലക്സി wearable എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിത് ഓൾറെഡി പെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു പെയ്ഡ് സ്ക്രീനായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതിനകത്ത് നമ്മൾ പെയ്ഡ് ഡിവൈസിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഗാലക്സി വാച്ച് ഫേസസ് മാറ്റാനായിട്ട് വാച്ച് ഫേസസ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിനകത്ത് പ്രീലോഡ് ആയിട്ടുള്ളത് നമ്മൾ ഡൗൺലോഡ് ആയിട്ടുള്ള വാച്ച് ഫേസസ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും.
നമുക്ക് കൂടുതലായിട്ട് വാച്ച് ഫേസസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് മോർ വാച്ച് ഫേസസ് അല്ലെങ്കിൽ ഗെറ്റ് മോർ വാച്ച് ഫേസസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ വാച്ച് ഫേസസ് നമുക്ക് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ ആപ്പ് ടൈൽസ് അതും നമുക്ക് ഫോണിൽ നിന്ന് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിതിനകത്ത് ആപ്സിൻ്റെ ഓർഡർ നമുക്ക് റീ ഓർഡർ ചെയ്യാൻ സാധിക്കും. അത് നമ്മളിപ്പോൾ ഏത് ആപ്സാണ് നമുക്ക് മുകളിലേക്ക് താഴേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്ത് ആ ഓപ്ഷൻസ് നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ടൈൽസ് എന്നുള്ള ഓപ്ഷനാണ്. ടൈൽസ് ഞാൻ നേരത്തെ നമ്മുടെ വാച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് ടൈൽസ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയും നമുക്ക് ഓർഡർ ചെയ്യാനും അതുപോലെ ആഡ് ചെയ്യാനും നമുക്ക് ഫോൺ വഴി തന്നെ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്വിക്ക് പാനലാണ് നമ്മൾ നേരത്തെ ആദ്യം പരിചയപ്പെട്ട കാര്യം. അതും നമുക്ക് ഫോണിൽ തന്നെ റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. നമ്മൾ ക്വിക്ക് പാനൽ ആ ഒരു വാച്ചിൻ്റെ ഒരു സ്ക്രീന് പോലെ നമുക്ക് ഇതിനകത്ത് കാണാനും സാധിക്കും. ഈ വാച്ച് സെറ്റിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാച്ചിൽ നമ്മൾ കണ്ടതുപോലത്തെ നോട്ടിഫിക്കേഷൻസ് അതുപോലെ സൗണ്ട്സ് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഫോണിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ പ്ലാൻ. അതായത് നമ്മുടെ ഇതിപ്പോൾ LTE വെർഷനാണ്. അപ്പോൾ LTE വെർഷൻ ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് eSIM ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മൊബൈൽ പ്ലാൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഞാനിപ്പം എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ മൊബൈൽ പ്ലാൻസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഏത് നമ്പറാണോ eSIM-ലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ നമ്പർ സെലക്ട് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രോസസ്സുണ്ട്. അത് കഴിയുമ്പോൾ ഓൾറെഡി നമ്മുടെ നെറ്റ്വർക്ക് നമുക്ക് ഫോണിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ ഫൈൻഡ് മൈ ഡിവൈസ് ടിപ്സ് ആൻഡ് യൂസർ മാനുവൽ സ്റ്റോർ ഈ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് തന്നെ ആക്സസ് ചെയ്യാൻ കഴിയും. നമുക്ക് സ്റ്റോറിനകത്ത് നമുക്ക് വാച്ച് കോമ്പാറ്റബിൾ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. എനിക്ക് ഈ സാംസങ്ങിൻ്റെ ഈ ഗാലക്സി വാച്ച് 4 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഒന്നാമത്തേത് നമുക്ക് കോൾ എൻഡ് ചെയ്യാനുള്ള സ്ക്രീന് നമുക്ക് വാച്ചിൽ ആക്സസ് ചെയ്യാൻ കഴിയും. നമുക്ക് നോർമലി വിയർ ഡിവൈസസിൽ നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാൻ കഴിയും, എന്നാൽ നമുക്ക് കോൾ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. എന്നാൽ ഇതിൽ നമുക്ക് കോളിൻ്റെ സ്ക്രീനിലേക്ക് നമ്മൾ ഫോണിൽ കാണുമ്പോൾ കോളിൻ്റെ സ്ക്രീനിലേക്ക് നമുക്ക് തിരിച്ച് പോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫോണ് ബ്ലൂടൂത്ത് വഴി കണക്റ്റഡ് അല്ലെങ്കിൽ പോലും നമുക്ക് ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും, അതായത് ഫോണും വാച്ചും ഓൺ ആണെന്നുണ്ടെങ്കിലും റിമോട്ട്ലി നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് വാച്ചിൽ ലഭിക്കുന്നുണ്ട്. അതായത് അത് LTE വെർഷൻ ആയതുകൊണ്ടാണ്. LTE വെർഷനിൽ നമ്മൾ ഓൾറെഡി നമ്മൾ eSIM ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് ഓണാണ്, വാച്ചും eSIM കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിൽ പോലും നമുക്ക് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഫോണിൽ കിട്ടും, വാച്ചിൽ കിട്ടും. അതുപോലെ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ പോലും നമുക്ക് കോൾസും മെസ്സേജസും നമ്മുടെ വാച്ചിലും നമുക്ക് eSIM LTE വെർഷനിൽ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ എനിക്കിതിനകത്ത് പോരായ്മയായിട്ട് തോന്നിയത് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമുക്ക് ഈ വാച്ചിനകത്ത് ഒഫീഷ്യലി അവൈലബിൾ അല്ല. അതുപോലെ സാംസങ് പേയും നമുക്ക് ECG, ബ്ലഡ് പ്രഷർ തുടങ്ങിയവ നമുക്ക് ഇന്ത്യൻ റീജിയനിൽ ലോക്ക്ഡാണ്. എന്നാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ നമുക്ക് അൺഒഫീഷ്യലി നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒഫീഷ്യലി ഇതുവരെ നമുക്ക് ഇന്ത്യൻ റീജിയനിൽ അത് എനേബിൾഡ് അല്ല. പിന്നെ നമ്മൾ eSIM വഴി കോൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു 2-3 മിനിറ്റ് വഴി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാച്ച് ഹീറ്റായിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ഇതിനകത്ത് പോപ്പപ്പ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അത് ചിലപ്പോൾ പരിഹരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇനി അത് സാംസങ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ വെച്ചിരിക്കുന്ന ഇതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നമുക്കൊരു 3 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പോപ്പപ്പ് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഹെവി യൂസ്, അതായത് ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ നമ്മൾ എനേബിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 8 മണിക്കൂറൊക്കെ നമുക്ക് ചാർജ് കിട്ടുന്നുണ്ട്, ഇതിൽ ബാക്കപ്പ് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫാണ്, ലിഫ്റ്റ് വേക്കപ്പ് എന്നുള്ള ഓപ്ഷൻസ് മാത്രം എനേബിൾ ചെയ്തു, ടച്ച് വേക്ക് എന്നുള്ള ഓപ്ഷൻസൊക്കെ മാത്രം എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം 15 മണിക്കൂറോളം നിങ്ങൾക്ക് ഇതിനകത്ത് ബാക്കപ്പ് കിട്ടുന്നുണ്ട് LTE വെർഷനിൽ. ഇത് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ നോർമലി വാച്ച് ചാർജ് ആവുന്ന അത്ര ഫാസ്റ്റ്ലി ഇതിനകത്ത് ചാർജ് കയറുന്നതായിട്ട് എനിക്കൊരു ഫീൽ തോന്നുന്നില്ല. അല്പം ഒരു ഡിലേ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഫോസിലിൻ്റെ വാച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ 100% ആവാൻ എടുക്കുന്ന ടൈം വളരെ കുറവാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാംസങ്ങിൻ്റെ വാച്ച് 4 അല്പം ഡിലേ ആണ് ചാർജ് ആവാനായിട്ട്. അതിന് വയർലെസ് ചാർജർ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് ചാർജ് ചെയ്യാൻ അല്പം ഡിലേ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഇതിനകത്ത് ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ 2 വാച്ചുകൾ തമ്മിൽ വയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു വിസിബിലിറ്റി തന്നെ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയുടെ വ്യത്യാസം നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി തന്നെയാണ് നമുക്ക് സാംസങ് വാച്ച് 4 കിട്ടുന്നത്.
എൻ്റെ ഫൈനൽ കൺക്ലൂഷൻ എന്തുകൊണ്ട് ഈ ഒരു ഡിവൈസ് നമുക്ക് വർത്തായിട്ടുള്ള ഡിവൈസാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഞാൻ പറഞ്ഞ നെഗറ്റീവ്സ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമുക്കൊരു നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ആണ്. ഓവറോൾ ഇത് പെർഫോമൻസ് ആയാലും ബാക്കിയുള്ള ബാറ്ററി ബാക്കപ്പ് ആയാലും എല്ലാം നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഉള്ളത് സാംസങ് പേ അതുപോലത്തെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് എനേബിൾ ചെയ്യാനുള്ളതും അതുപോലെ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.